ഇപ്രകാരം ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാനിടയാകത്തോണ്ട് സ്തോത്രം. ഇന്നത്തെ ഒരു ധ്യാനം എന്ന് പറയുന്നത് ഒരു വിശ്വാസ സംഹിത പലപ്പോഴും നമുക്ക് കൂട്ടി ഉറപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കുറെ കൂടെ മാറി ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ കീറിമുറിച്ച് ഇല്ലാതാക്കുകയല്ല, മറിച്ച് അതിന്റെ താത്വികമായ വശങ്ങളെ കുറിച്ച് കുറച്ചും കൂടെ ഗഹനമായി ചിന്തിക്കാമെന്നാണ്. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വിശ്വാസത്തിന്റെ ചിന്തകളെ കുറിച്ച് പറയുക മാത്രമല്ല, വേദവസ്തുത്തിന്റെ സത്യങ്ങളെ തിരയുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അപ്രകാരം ഒരു ചിന്തയിലേക്കാണ് ഞാനും നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി വളരെ കൃത്യമായി വേദപുസ്തകം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതൊരിക്കലും പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമല്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ ശുശ്രൂഷകള്, ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ഇടപെടലുകൾ ഒരിക്കലും പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളിവിടെ ധ്യാനിക്കുവാനായിട്ട് പറഞ്ഞ വിഷയങ്ങൾ അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് മിസ്രൈമിലെ ബാധ, അതിന്റെ ഒരു പുനർവായന എന്നുള്ളതാണ്. എന്നാൽ അത് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാം, പ്രകൃതി നിയമങ്ങളും ദൈവവും മിസ്രൈമിലെ ബാധയുടെ അല്ലെങ്കിൽ ഈജിപ്തിലെ ബാധയുടെ ഒരു പുനർവായന എന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിപുലമായിട്ട് ചിന്തിക്കാൻ പറ്റും. ദൈവം ഇടപെടുന്നതെല്ലാം തന്നെ പ്രകൃതിയുടെ നിയമങ്ങളോട് ചേർന്നാണ്. അല്ലെങ്കിൽ തന്നെ ദൈവത്തിന് പലപ്പോഴും ആ പ്രകൃതി നിയമങ്ങളിൽ അസ്തിത്വമില്ലാതായി മാറും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ പലപ്പോഴും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കാണാറുണ്ട്. എന്നാൽ കുറെ കൂടെ ആഴത്തിൽ നമ്മൾ അതിനെ വിശകലനം ചെയ്യുമ്പോൾ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും ചേർത്ത് വെച്ചിട്ട് അതിന്റെ നിയമങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് ഇടപെടേണ്ട ഇടങ്ങളിൽ ദൈവം ഇടപെടുന്നത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദൈവം സൃഷ്ടിച്ച പ്രകൃതിയെയോ ദൈവം സൃഷ്ടിച്ച പ്രകൃതി നിയമങ്ങളെയോ ദൈവം തകിടം മറിക്കുന്നില്ല എന്നത്, അതാണ് അതിന്റെ വാസ്തവം. അതോട് ചേർന്ന് വെച്ചാണ് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകളും ദൈവത്തിന്റെ ഇടപെടലുകളും ഒക്കെ പോകും. പഴയ നിയമത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ അത് നമുക്ക് കാണാൻ കഴിയും. ചിലയിടങ്ങളിൽ നമുക്ക് സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ പോലും അതിന്റെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെയും ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. ഒരു ഉദാഹരണം വളരെ വ്യക്തമായി പറയട്ടെ. നമുക്കറിയാം, ശമൂവേൽ പ്രവാചകൻ എലീശ പ്രവാചകന്റെ സമയത്ത് ക്ഷാമം ഉണ്ടാകുമ്പോൾ അദ്ദേഹം കെദ്രോൻ തോട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ കാക്കയെ കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം അദ്ദേഹം കഴിക്കുന്നുണ്ട്. അവിടെ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വിശ്വാസവും നമ്മൾ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന ഒരു അത്ഭുതവും കാക്കയെ ദൈവം അവിടെ എത്തിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ കുറെ കൂടെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഇത്തരം കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ക്ഷാമമുള്ള അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിൽ കാക്കകൾ ഭക്ഷണം തേടി യാത്ര ചെയ്യാറുണ്ട്, അലയാറുണ്ട്. അപ്പൊ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ അകലെയുള്ള മരക്കൊമ്പിലേക്ക് പോയി ഇരിക്കുക പതിവാണ്. അത് സാധാരണമായി നടക്കുന്ന ഒരു സംഭവമാണ്. അതിൽ പ്രത്യേകിച്ച് അത്ഭുതം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്ന് നമ്മൾ ഒന്നും കൂടെ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ അവിടെ അത്ഭുതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ കുറെ കൂടെ ആഴത്തിൽ
അത് വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാക്കയെ കൊണ്ട് അപ്പം കൊടുക്കുന്നതിനപ്പുറത്ത് കാക്ക എടുത്തുകൊണ്ട് വന്ന ഈ മലിനമായ ഭക്ഷണം കാക്ക പലപ്പോഴും നമുക്കറിയാം എവിടെ പോകുന്ന അല്ലെങ്കിൽ എന്തു ചെയ്യുന്ന ഒരു പക്ഷിയാണ് നമുക്കറിയാം. സ്കാവഞ്ചേഴ്സ് ഓഫ് എർത്ത് എന്നാ പറയാ. ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇവന് അസുഖം വന്നില്ല എന്നുള്ളതാണ്, അവന് മറ്റു പ്രയാസങ്ങളൊന്നും വന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഒരു അത്ഭുതം നമുക്ക് കാണേണ്ടത്. ഈ വൃത്തിഹീനമായ ഭക്ഷണം പോലും കഴിച്ചിട്ട് ഇവന് പ്രയാസം വന്നില്ല. അതെന്തുകൊണ്ടാണ്? കാരണം അതും അവിടെയാണ് ദൈവത്തിന്റെ ബലവും ധൈര്യവും കൃപ അവന്റെ മേൽ വരുന്നത്. അതുകൊണ്ട് പ്രകൃതിയുടെ നിയമങ്ങളൊന്നും ദൈവത്തിന്റെ ശുശ്രൂഷകൾക്കോ ഇടപെടലിനോ എതിരല്ല എന്നുള്ളതാണ്. വളരെ വേഗം പറഞ്ഞു പോകട്ടെ. നമ്മളൊന്ന് വായിച്ച വേദഭാഗത്തേക്ക് വരാം. സങ്കീർത്തന വേദഭാഗം. അവിടെ ഈ 10 ബാധകളെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ നേരെ പിറകിലേക്ക് പോകണം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14 മുതൽ അങ്ങേയപ്പുറത്ത് ഏകദേശം 13-ാമത്തെ അധ്യായം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് അവിടെ പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഈ 10 ബാധകൾ സംഭവിക്കുമ്പോൾ അന്നത്തെ ചുറ്റുപാടും ദേശവും സാഹചര്യങ്ങളൊക്കെ വളരെ വികൃതമായ ഒരു സാഹചര്യമായ ചുറ്റുപാടുകളായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം ഒരു പറ്റം ജനങ്ങൾ അടിമത്തത്തിൽ ജീവിക്കുന്നു, അവര് നിരന്തരം പണിയെടുക്കുന്നു, അവര് മരിച്ചു വീഴുന്നു, അവരെ കൊണ്ട് എന്നിട്ട് പണിയെടുപ്പിക്കുന്നു. ഒരു പറ്റം ആളുകൾ സുഖലോലുപരായി ജീവിക്കുന്നു. ഇതൊന്നുമല്ലാതെ ഒരുപറ്റം ആളുകൾ കച്ചവടക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു. ഒരു മീഡിയം ജനത അവിടെ ജീവിക്കുന്നുണ്ട്, ഈജിപ്തുകാർ. അവരും സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ജീവിച്ചു പോകുന്നു. ചില യാത്രക്കാര് അവിടെ നിന്നും ഇവിടെ നിന്നും ഇങ്ങോട്ട് വരുന്നുണ്ട്. കാരണം ഈ നൈൽ നദിയുടെ തീരങ്ങൾ എന്ന് പറയുന്നത് അത്ര പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഈ ഒരു 10 ബാധകൾ എങ്ങനെയാണ് ഈ മനുഷ്യരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായതും എങ്ങനെയാണ് അത് സംഭവിച്ചു മാറിയതും അല്ലെങ്കിൽ സംഭവിച്ചു വന്നതും എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വിശ്വാസത്തിന്റെ മുകളിൽ കൊണ്ടു നടക്കുന്നതാണെങ്കിലും അങ്ങനെ ചില സത്യങ്ങളൊക്കെ അതിന്റെ പിന്നിൽ മറഞ്ഞിരിപ്പുണ്ട് എന്നതാണ് വാസ്തവം. എല്ലാ പ്ലേഗ്സിനെ കുറിച്ചും അല്ലെങ്കിൽ എല്ലാ ബാധകളെ കുറിച്ചും അന്നത്തെ പല എഴുത്തുകളിലും പറഞ്ഞിട്ടില്ല എങ്കിലും ചിലതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 5 ബാധകളെ കുറിച്ച് അവിടുത്തെ ചില എഴുത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. എവിടുത്തെയാ? ഏഷ്യ മൈനറിലെ എഴുത്തുകൾ. ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ ഈജിപ്ത്, ഇസ്രായേല്, ഇറാഖ്, ഗ്രീസ്, ബാബിലോണിയ, ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ പേർഷ്യ, ഈ ഒരു ഏരിയകളെല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു ഒരു 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 ജിയോഗ്രഫിക്കൽ ഏരിയ നമ്മൾ ഏഷ്യ മൈനർ എന്ന് പറയുന്നത്. ഏഷ്യ മൈനർ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന പഴയകാല എഴുത്തുകളിൽ, പ്രത്യേകിച്ച് ഇപ്പൂവർ പാപ്പിറസ് എന്ന് പറയുന്ന എഴുത്തുകളിലൊക്കെ ആദ്യത്തെ 5 ഈ ബാധകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏകദേശം ഒരു 1400 BC മുതലുള്ള ചരിത്രങ്ങളാണ് അവർ പറയുന്നത്. അത് പറഞ്ഞു പോകുന്നത് ഈ ഈജിപ്ഷ്യൻ ദേശത്ത് യഹൂദന്മാരുടെ 100 വർഷത്തെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ്. അത്ര വലിയ കാര്യമൊന്നും അല്ലാതെയാണ് അവർ പറഞ്ഞു പോയതെങ്കിലും അതിന് പിന്നീട് പ്രാധാന്യമുള്ളതായി തീർന്നു എന്നുള്ളതാണ് വാസ്തവം. ആദ്യത്തെ 5 ബാധകളെ കുറിച്ച് പിന്നീട് ചരിത്ര ഗവേഷകരും അതുപോലെ ആർക്കിയോളജിസ്റ്റുകളും ഒക്കെ അവിടെയുള്ള സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഗവേഷണം നടത്തുന്നുണ്ട്. അവര് ഗോഷേൻ എന്ന് പറയുന്ന താഴ്വരയിൽ ഗവേഷണം നടത്തുമ്പോൾ
ഏകദേശം 1500 BC, 2000 വർഷങ്ങൾക്ക് മുൻപ് അവിടെ ആളുകൾ മരിച്ചു വീണതായിട്ട്, അവരുടെ അസ്ഥികൂടങ്ങൾ കിടക്കുന്നതായിട്ട് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം ഈ ഒരു ചരിത്രത്തോട് ചേർത്ത് വെച്ച് വായിക്കാൻ കഴിയും. കാരണം കാർബൺ ഡേറ്റിംഗ് ഒക്കെ ഇതിനോട് ചേർത്ത് വെച്ച് വരുന്ന സംഭവങ്ങളാണ്, അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന എവിഡൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ബാധയുടെ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തെ ബാധ എന്ന് പറയുന്നത് വെള്ളം രക്തമായി മാറി എന്നുള്ളതാണ്. വെള്ളം രക്തമായി മാറിയത്. ഇവിടെ വെള്ളം രക്തമായി മാറുന്ന പശ്ചാത്തലം എക്സോഡസ് പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വേദഭാഗം വായിക്കാത്തത് അതിന്റെ നീളമുള്ള, അല്ലെങ്കിൽ അത്രയും ഭാഗങ്ങൾ വായിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ്. നമ്മൾക്കറിയാവുന്ന കഥയാണല്ലോ. പ്രത്യേകിച്ച് ഈ നൈലിന്റെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന യഹൂദന്മാർക്ക്, അവിടെയുള്ള ആളുകൾക്ക് അത് വലിയ പ്രയാസമായി മാറി. രക്തം അല്ലെങ്കിൽ രക്തമയമായി മാറി ഏതാ? വെള്ളം, നൈലിലെ ജലം. എങ്ങനെയാണ് ഈ ഒരു രക്തമായി മാറിയത്? ഒരു വിശ്വാസത്തിന്റെ ദൈവിക പ്രവൃത്തികൾക്കപ്പുറത്ത് പ്രകൃതിയുടെ നിയമത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ഈ കാര്യങ്ങളെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വെള്ളം രക്ത നിറമുള്ളതായി മാറിയത്? എങ്ങനെയാണത് സംഭവിച്ചത്? അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതിന്റെ പിന്നാമ്പുറത്തുള്ള സംഗതികൾ എന്തൊക്കെയാണ്? അന്ന് ഈ വർഷങ്ങൾക്ക് മുൻപ് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുക? ഇത് ഒന്ന് വിശകലനം ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പൊ ഒന്നാമത്തെ സംഭവം, ഈ വെള്ളം രക്തമായി മാറുന്നത്, അതിന്റെ ചരിത്ര പശ്ചാത്തലവും സാമൂഹ്യ പശ്ചാത്തലവും കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് അതിന് കൃത്യമായ ഉത്തരം കിട്ടാൻ സാധിക്കും. പല രീതിയിലുള്ള ഹൈപ്പോത്തസിസുകൾ, പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചില പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ യഹൂദ ജനം ജീവിക്കുന്നത് ഈ നൈൽ നദിയോട് ചേർന്നാണ്. എന്തുകൊണ്ടാണ് അവരെ അവിടെ പാർപ്പിച്ചിരിക്കുന്നത്? അവര് നിരന്തരം വേലയെടുക്കണം. നമ്മൾ വഴയതമ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, അവരെ കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കിച്ചു. ഇഷ്ടിക, അത് പോരാഞ്ഞിട്ട് കൂടുതലായി ഇഷ്ടിക ഉണ്ടാക്കാൻ അവരോട് പറഞ്ഞു. അതുകൊണ്ട് അവര് നാട് നീളെ അലഞ്ഞ് പുല്ല്, ഈറ അതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു ഇഷ്ടിക ഉണ്ടാക്കാൻ തുടങ്ങി. ഇഷ്ടിക ഉണ്ടാക്കുമ്പോൾ ഈ കൊണ്ടുവന്ന വസ്തുക്കളൊക്കെ വെള്ളത്തിലിട്ട് അത് ഒന്ന് ഇതാക്കി എടുക്കണം. അപ്പോ അതിനുവേണ്ടി നൈൽ നദിയുടെ തീരങ്ങളിൽ ഇത് അവര് ഇങ്ങനെ വെതറിയിടും. അവിടെ നിന്ന് അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് കുഴച്ച് ഇഷ്ടിക ഉണ്ടാക്കും. അപ്പോ ഈ ഒരു പ്രവർത്തനം അവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് ഈ ഒരു പ്രവർത്തനം സംഭവിക്കുമ്പോൾ ആ ജലത്തിൽ മലിനത മെല്ലെ ഉണ്ടാകാനായിട്ട് തുടങ്ങുമെന്നുള്ളത്. ഇതിനൊരു സയന്റിഫിക് തിയറി ഉണ്ട്. അതിന്റെ പേര് യൂട്രോഫിക്കേഷൻ എന്ന് പറയും. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ്സ്, അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെയോ ജീവജാലങ്ങളുടെയൊക്കെ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ അവിടെ നൈട്രജന്റെ അളവ് കൂടും, ഫോസ്ഫറസിന്റെ അളവും കൂടും. അത് മെല്ലെ കൂടുമ്പോൾ ആൽഗകൾ വളരാനായിട്ട് സാധിക്കും. ഈ ആൽഗകൾ വളർന്നു വരുമ്പോൾ അതൊരു പരിധിക്കപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അത് മലിനമാകാൻ തുടങ്ങും. ഗ്രാജുവലി ഇത്തരം ആൽഗകൾ അത് റെഡ് കളറിലേക്ക് മാറും. അതിന്റെ പേരാണ് റെഡ് ആൽഗകൾ. റെഡ് ആൽഗ ബ്ലൂം എന്നാ പറയുന്നത്. റെഡ് ആൽഗകൾ. ഇത്തരം റെഡ് ആൽഗ ഈ വെള്ളത്തിന്റെ പരപ്പിൽ ഇങ്ങനെ അധികമായി ഉണ്ടാകാൻ തുടങ്ങി. അപ്പോ ഇവിടെ നിന്ന് കോരിക്കൊണ്ടു പോകുന്ന വെള്ളങ്ങളിലും എല്ലാം ഈ ആൽഗകൾ വളരാൻ തുടങ്ങി. അതുകൊണ്ടാണ് വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, നദിയിലും
അവരുടെ കുളങ്ങളിലും അവർ കോരി വെച്ച പാത്രങ്ങളിലെല്ലാം തന്നെ രക്തവർണ്ണ നിറമുള്ള വെള്ളം കണ്ടുവന്നു. കാരണം കോരിക്കൊണ്ട് പോകുന്നത് നൈൽ നദിയിൽ നിന്നാണ്. ഇവിടുന്ന് കോരിക്കൊണ്ട് പോകുമ്പോൾ അവര് അതിൽ ഈ ആൽഗകളുണ്ട്, അത് ഇങ്ങനെ വിഘടിച്ച് രക്ത നിറമുള്ളതായി മാറുന്നു. അപ്പോൾ അവിടെ ഈ ഒരു പ്രകൃതി നിയമം കൃത്യമായി സംഭവിക്കുന്നുണ്ടെന്നുള്ളു. ഈ പ്രകൃതി നിയമത്തിൽ ദൈവം കൃത്യമായി ഇടപെടുന്നു. ഈ ഒരു പ്രകൃതി നിയമം തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവം അവിടെ ഒരുക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് അതിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. ഒരിക്കലും തൊടുമ്പോൾ തന്നെ സംഭവിക്കുന്ന ഒന്നായിട്ടല്ല, മറിച്ച് ഈ ആൽഗകളുടെ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു എന്ന്. മറ്റൊരു സംഭവം പറയുന്നത് അവിടെ ഒരു ഹൈപ്പോക്സിയ എന്ന് പറയുന്ന സംഭവം, അതായത് വെള്ളത്തിന്റെ കണ്ടീഷൻ വളരെ മോശമായി തീരുമ്പോൾ ഓക്സിജൻ അവിടെ കുറഞ്ഞു വരും. അങ്ങനെയുള്ള സംഭവം വരുമ്പോഴത്തേന് ഈ ഫിഷ് അതുപോലുള്ള അക്വാട്ടിക് ഓർഗൻസ് ഒക്കെ ചത്തുപോകും. അപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ആൽഗകൾ അവിടെ വളരാനായിട്ട് തുടങ്ങും. അതൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നാമത്തെ ബാധ മെല്ലെ എല്ലായിടങ്ങളിലും ഉണ്ടായി. രണ്ടാമത്തെ ബാധ എന്ന് പറയുന്നത് തവളകളുടെ വളർച്ചയാണ്. എങ്ങനെയാണ് തവളകളുടെ വളർച്ചകൾ ഉണ്ടാകുന്നത്? തവളകൾ എല്ലായിടങ്ങളിലേക്കും കയറിപ്പോയി, അരമനകളിൽ വരെ എത്തി. അത്രയധികം തവളകൾ എവിടുന്ന് വന്നു, എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു, ഈ ബാധകളെല്ലാം തന്നെ കണക്റ്റഡ് ആണ്, പ്രകൃതി നിയമങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോ ആദ്യം സംഭവിച്ച കാര്യത്തിൽ ഓക്സിജന്റെ അളവും മറ്റു കാര്യങ്ങളെ കുറഞ്ഞപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ ഒരു ആൽഗകളുടെ എണ്ണം ഉണ്ടായി, മീനുകളൊക്കെ ചത്തുപോയി. അപ്പോ മെല്ലെ ഇത് പെരുകാൻ തുടങ്ങി. ആര്? ഈ ഫ്രോക്സ് മുട്ടയിടുന്നത്, അല്ലെങ്കിൽ തവളകൾ മുട്ടയിടുന്നത് പെരുകാൻ തുടങ്ങി. കാരണം നമുക്കറിയാം, മീൻ ഭക്ഷിക്കുന്നത് ഈ തവളകളുടെ ചെറിയ മുട്ടകളും അതിന്റെ നമ്മൾ നാട്ടിൻ ഭാഷയെ പറഞ്ഞ കോലുമാക്രി എന്നൊക്കെ പറയും, അതിനെയൊക്കെയാണ് ഭക്ഷിക്കുന്നത്. അപ്പൊ മീനുകൾ ചത്തടിഞ്ഞു തുടങ്ങിയോടുകൂടെ ഇവ പെറ്റുപെരുകാനായിട്ട് തുടങ്ങി. തുടങ്ങിയപ്പോൾ ഗ്രാജുവലി അവ മെല്ലെ അവിടെ നിന്ന് ഈ ആൽഗകളുടെ എണ്ണവും കൂടാൻ തുടങ്ങി. അപ്പൊ ഇവ പെറ്റുപെരുകാൻ തുടങ്ങിയപ്പോൾ ജലം മുഴുവൻ മലിനമായി. ജലം മലിനമായപ്പോൾ അവയ്ക്ക് അവിടെ നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം ഒരു നാച്ചുറൽ ലിവിങ് കണ്ടീഷൻ ഉണ്ട്. ഒരു ജീവജാലം, ഒരു ജീവിക്ക് വേണ്ട ജീവിക്കാൻ ആവശ്യമാവുന്ന ചുറ്റുപാടുകൾ, ആ ചുറ്റുപാടുകൾ അതിന് വിരോധമായി മാറി. അതുകൊണ്ട് ജലത്തിൽ നിന്ന് മെല്ലെ മറ്റുള്ള സ്രോതസ് തേടി ഇവകൾ മെല്ലെ അങ്ങോട്ട് പലായനം ചെയ്യാൻ തുടങ്ങി. അപ്പം പെരുകി തുടങ്ങിയ ഈ തവളകൾ മെല്ലെ മലിനമായ നദി വിട്ടുപോയി കരയിലേക്ക് എത്തി. അവിടെ എല്ലായിടത്തും അവ ഓടി നടക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അവിടെ ഓടി നടന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിക്കാതെ വന്നപ്പോൾ അവ ചത്തുപോയി. അങ്ങനെ രണ്ടാമത്തെ ഒരു പ്രകൃതി നിയമത്തോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ തവളകളുടെ എണ്ണം പെരുകുന്നത് ഇങ്ങനെ. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം, കുറെ കാര്യങ്ങൾ അവരോട് ചേർത്ത് പറയാനുണ്ട്, മറ്റൊരവസരത്തിലാവാം. അപ്പോ ഈ ഒരു ഒരു പ്രകൃതി നിയമം നമുക്ക് അവിടെ കാണാൻ കഴിയും. അങ്ങനെ തവളകൾ പെരുകി, തവളകളുടെ എണ്ണം കൂടി, അവ കരയിലേക്ക് എത്തി. അവിടെ അവ ചത്ത് വീണ് മരിച്ചു. കാരണം അവയ്ക്ക് അനുയോജ്യമായ സാഹചര്യമല്ലായിരുന്നു കരയിലുണ്ടായിരുന്നത്. പിന്നീട് തൊട്ടുപുറകെ കണക്കായിട്ട് സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ്, തവളകൾ പെരുകി ചത്ത് അടിഞ്ഞു കഴിഞ്ഞപ്പോൾ ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. തവളകൾ മാത്രമല്ല, ജലത്തിലെ മത്സ്യങ്ങള് ചത്തൊടുങ്ങി, ജീവജാലങ്ങള് പലതും ചത്തൊടുങ്ങാൻ തുടങ്ങി. അങ്ങനെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളൊക്കെ മലിനമാകാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴാണ് മെല്ലെ കൊതുകുകളും അതുപോലെ തന്നെ പേനും വർദ്ധിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ ഒരു പ്ലേഗിലേക്ക്, മൂന്നാമത്തെ ഒരു ബാധയിലേക്ക് മെല്ലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
പേൻ പെറ്റുപെരുകാൻ തുടങ്ങി. നമ്മള് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ 8-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഹീബ്രു ഭാഷയിലുള്ള ഇതിന്റെ കൃത്യമായ വാക്ക് പരിശോധിച്ചാൽ അതിന് കൊതുക് എന്നർത്ഥമുണ്ട്, ചെറിയ പ്രാണി എന്നർത്ഥമുണ്ട്, പേൻ എന്നർത്ഥമുണ്ട്. അപ്പം ഒരു കൃത്യമായി മലയാള പരിഭാഷയിൽ വന്നിരിക്കുന്ന പേൻ എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയത്തില്ല. ചെറു പ്രാണികൾ അല്ലെങ്കിൽ കൊതുക് പോലുള്ള ചെറിയ പ്രാണികൾ, പേൻ അല്ലെങ്കിൽ കൊതുക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവയുടെ എണ്ണം മെല്ലെ പെരുകാനായിട്ട് തുടങ്ങി. കാരണം അത് സ്വാഭാവികമായി സംഭവിക്കുന്നത്. എവിടെയാണോ മലിനമായ കാര്യങ്ങളുള്ളത് അവിടെ ഇത്തരം പ്രാണികളുടെ എണ്ണവും കൂടുവാൻ കഴിയും. കാരണം അവയ്ക്ക് പെരുകാൻ അനുയോജ്യമായ സ്ഥലമാണ് അവിടെയൊക്കെ ഉള്ളത്. അതെങ്ങനെയാണ് അവ പെറ്റുപെരുകിയത്? ഇതിനൊരു പേരുണ്ട്. ആ പേരാണ് പ്യൂട്ടറാഫിക്കേഷൻ എന്ന് പറയും. പ്യൂട്ടറഫി നമ്മളത് എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം. പ്യൂട്ടറാഫിക്കേഷൻസ് എന്ന് പറയും. പെറ്റുപെരുകുന്ന അല്ലെങ്കിൽ മലിനമായ വസ്തുക്കളിൽ നിന്ന് ഇത്തരം ജീവജാലങ്ങൾ ഉടലെടുക്കുന്ന ഒരു പ്രോസസ്സ്, അതിലാണ് പ്യൂട്ടറിഫിക്കേഷൻ. ഈ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ ഈജിപ്തിലെ അന്നത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് അല്പം ചൂടുള്ള പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെ നൈൽ നദിയുടെ തീരമായതുകൊണ്ട് കുറച്ച് ഉഷ്ണമുണ്ട്. അതുപോലെ തന്നെ ജലത്തിന്റെ അംശം അന്തരീക്ഷത്തിലുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവയ്ക്ക് പെറ്റുപെരുകാനുള്ള നല്ല അന്തരീക്ഷമാണ്. അവ പെറ്റ് പെരുകി, ലാർവയുണ്ടായി, അത് കൂടുതലായി പെറ്റുപെരുകി വന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവരോട് ചേർത്ത് വെക്കേണ്ടതാണ് നാലാമത്തെ ബാധ എന്ന് പറയുന്നത് ഈച്ചകളുടെ എണ്ണം കൂടുക എന്നുള്ളതാണ്. ഈച്ചകളുടെ എണ്ണം. 4ാമത്തെ മഹാമാരിയിൽ ഈച്ചകളുടെ എണ്ണം കൂടുന്നതും ഈ കൂട്ടമായ പാരിസ്ഥിതിക പ്രതിസന്ധിയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ നടുവിലാണ് എന്നുള്ളതാണ്. ചീഞ്ഞഴുകുന്ന ജൈവവസ്തുക്കളുടെ ഇടയിൽ നിന്ന് ഈച്ചകൾ ഉണ്ടായി വരുന്നു എന്നുള്ളത്. കത്ത തവളകൾ സൃഷ്ടിക്കുന്ന വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ, ചത്തുപോയ മത്സ്യങ്ങൾ സൃഷ്ടിക്കുന്ന വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ, ജലാശയങ്ങളിൽ പുതിയ ഇഷ്ടികകൾ പണിയുന്നതിന് കൊണ്ട് ഇട്ട് നിറഞ്ഞുപോയ ചീഞ്ഞഴുകിയ പുല്ലുകളും അതുപോലെയുള്ള ഈറകളും അതിൻ്റെ ഇടയിൽ നിന്ന് ഈച്ചകള് അധികമായി പെരുകാൻ തുടങ്ങി. അവർക്ക് ഇരിക്കപ്പുറതി ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അത് വീണ്ടും വീണ്ടും എല്ലാ ഇടങ്ങളിലേക്കും ഇത് വ്യാപിക്കാനും, ഇത് പോകുന്ന ഇടങ്ങളിലൊക്കെ, ഈച്ച പോകുന്ന ഇടങ്ങളിലൊക്കെ ഇത് വ്യാപിക്കാനുണ്ട്. നമുക്കറിയാം എങ്ങനെയാ ഈച്ച ഇത് സംഭവിക്കുക എന്നുള്ളത്. ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ ശരീരത്തിലുള്ള എല്ലാ അണുക്കളെയും അത് പരത്തിയാ പോകുന്നു. ഇങ്ങനെ പരത്തി പോകുമ്പോൾ പോകുന്ന ഇടങ്ങളിലൊക്കെ ഈ അണുക്കളുടെ സാന്നിധ്യം ഉണ്ടാകും. അവിടെയൊക്കെ ഈ നല്ല വസ്തുക്കളൊക്കെ കണ്ടാമിനേറ്റ് മാറും എന്നുള്ളത്. അപ്പോൾ രോഗങ്ങളുടെയും ബാക്ടീരിയകളുടെയും ഒക്കെ ഒരു വാഹകരാണ് പലപ്പോഴും ഈ ഈച്ചകൾ എന്ന് പറയുന്നത്. ഒരു പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ അവിടെ നെല്ലെ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കണക്റ്റഡ് ആയിട്ട് വരുന്ന സാഹചര്യങ്ങളാണ് ഇതെല്ലാം. ഒരു ബയോളജിക്കൽ സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് 5ാമത്തെ പ്ലേഗ് അല്ലെങ്കിൽ 5ാമത്തെ മഹാമാരി എന്ന് പറയുന്നത്. കന്നുകാലികൾക്ക് മുഴുവൻ രോഗങ്ങളായി എന്നുള്ളതാണ്. കന്നുകാലികൾക്ക് മുഴുവൻ രോഗങ്ങളായി. എങ്ങനെയാണ് കന്നുകാലികൾക്ക് മുഴുവൻ രോഗങ്ങളായി മാറിയത്? ഈ ഒരു വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഈ അസുഖങ്ങളെ മെല്ലെ ക്യാരി ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് കൊണ്ടുപോകുന്ന ഈച്ചകളുടെ ഒരു പ്രവാഹം, അത് കന്നുകാലികളിലെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. കന്നുകാലികളിൽ മാത്രമല്ല, മനുഷ്യരിലും അത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. എവിടൊക്കെ പോയിരുന്നോ, എന്തൊക്കെ മലിനമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നോ, അതൊക്കെ കന്നുകാലികൾക്കും ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ടായി തുടങ്ങി. നല്ല വെള്ളം കുടിക്കുവാനില്ല, നല്ല ഭക്ഷണം കിട്ടുവാനില്ല. ഗ്രാജുവലി അവ ബുദ്ധിമുട്ടിലേക്ക് പോയി. ഇനി മറ്റൊരു സാമൂഹ്യ പ്രശ്നം അവിടെ ഉണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ വാണിജ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആനിമൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൃഗങ്ങൾ എന്ന് പറയുന്നത്.
കന്നുകാലികൾ എന്ന് പറയും, യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിലമുഴുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ കച്ചവടക്കാർക്ക് പോകാനും വരാനും, സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നതിന് ഒക്കെ. ഇന്ന് ലോറിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അന്ന് മൃഗങ്ങളെയാ കൂടുതൽ ഉപയോഗിച്ചത്. ഈ അഞ്ചാമത്തെ ബാധ വന്നതോടുകൂടി ഈജിപ്തിന്റെ ഭരണ സംവിധാനം ഉലയ്ക്കപ്പെട്ടു. കാരണം സാമ്പത്തികമായ ഒരു പ്രതിസന്ധി അവർ നേരിട്ടു. ഒരു എക്കണോമിക്കൽ ക്രൈസിസ് അവർക്ക് ഉണ്ടായി എന്നുള്ളതാ പ്രശ്നം. അവിടെ കച്ചവടം നടക്കുന്നില്ല, മൃഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര അയക്കാൻ പറ്റുന്നില്ല, സാധനങ്ങൾ വാണിജ്യത്തിന് കൊണ്ടുവരാൻ പറ്റുന്നില്ല, മറ്റു ദേശങ്ങളിൽ നിന്നും ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നില്ല. മൊത്തത്തിൽ പ്രശ്നമായി. അഞ്ചാമത്തത് വന്നിട്ടും ഈ രാജാവിനും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കോ ഒന്നും കുലുക്കമുണ്ടായില്ല. കാരണം അവര് വിചാരിച്ചിരുന്നതൊക്കെ ഇങ്ങനെ സാധാരണ സംഭവമല്ലേ എന്നുള്ളതാണ്. സാധാരണ സംഭവമല്ലേ എന്നുള്ളത്. പഠനങ്ങൾ കുറെ കൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ആന്ത്രാക്സ് പോലുള്ള പെട്ടെന്ന് വ്യാപിക്കുന്ന അസുഖങ്ങൾ, ബാക്ടീരിയയുടെ അണുബാധകളൊക്കെ അവർക്കുണ്ടായി എന്നുള്ളത്. കാരണം കാർബൺ ഡേറ്റിങ്ങോ അന്ന് മരിച്ചുപോയ ആളുകളുടെയൊക്കെ കാര്യങ്ങൾ എടുത്ത് ഒരു ആർക്കിയോളജിക്കൽ സ്റ്റഡീസിൽ അങ്ങനെ പറയുന്നുള്ളത്. അപ്പൊ കൃഷി, ഗതാഗതം, ഭക്ഷണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും പ്രയാസങ്ങളായി മാറി അവിടെ. അതിനെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് അടുത്തതിലേക്ക് പോകുന്നത്. രാജുലി അടുത്തതിലേക്ക് പോകുന്നു. അങ്ങനെ അസുഖങ്ങൾ മൃഗങ്ങൾക്ക് വരുമ്പോൾ, ആ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് വന്നപ്പോൾ, അവർക്കെല്ലാവർക്കും, ജനങ്ങൾക്ക്, മനുഷ്യർക്കെല്ലാം ശരീരത്തിൽ പരുക്കൾ ഉണ്ടാകാൻ തുടങ്ങിയത്. കോവിഡ് എങ്ങനെയാ ഉണ്ടായെന്ന് നമുക്കറിയാമല്ലോ. അത് ഏത് വഴിക്കാവുന്നതെന്ന് നമുക്കറിയാം അല്ലേ? കോഴിക്കോട് ഒരു പെൺകുട്ടി കുറെ നാളുകൾക്ക് മുമ്പ് മരിച്ചു. അത് എലിപ്പനി ബാധിച്ചു. ഇപ്പോ എല്ലാ മൃഗങ്ങളിൽ നിന്നും അസുഖങ്ങൾ മനുഷ്യരിലേക്ക് വരുന്നുണ്ട്. എലിപ്പനിയുണ്ട്, പക്ഷിപ്പനിയുണ്ട്, അങ്ങനെ പല. ഇപ്പൊ കോവിഡ് ഏറ്റവും ലേറ്റസ്റ്റ് ഒന്ന് കോവിഡാണ്. അപ്പം ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ എല്ലാ മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഇടങ്ങളിൽ അവരിൽ നിന്ന് അസുഖങ്ങൾ നമുക്ക് വരാം, തിരിച്ചും പോകാം. ഇവിടെ അങ്ങനെ വന്ന ഒരു അസുഖമാണ് പരുക്കൾ. ഈച്ചകൾ പോകുന്ന ഇടങ്ങളിൽ, കൊതുകുകൾ പോകുന്ന ഇടങ്ങളിൽ, പ്രാണികൾ പോകുന്ന ഇടങ്ങളിൽ, അവ മനുഷ്യരെ കടിക്കുമ്പോഴോ കുത്തുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ പരുക്കൾ മെല്ലെ ഉണ്ടാകാൻ തുടങ്ങി. മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള പല മൃഗങ്ങളും മരിച്ചു വീഴുന്നു, ചത്തൊടുങ്ങുന്നു, മനുഷ്യർ ചത്തൊടുങ്ങുന്നു. അവയിൽ നിന്ന് വരുന്ന ബാക്ടീരിയ, അണുപ്രവാഹം, ഇത് മറ്റൊരു കാരണം കൂടിയായി. അപ്പൊ ചുരുക്കം പറഞ്ഞ പരിസ്ഥിതി എന്ന് പറയുന്നത് അത്ര കണ്ട് അങ്ങ് മലിനമായി മാറി എന്നുള്ളതാണ് ആറാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ. ഇതൊരു ബാക്ടീരിയൽ സ്കിൻ ഇൻഫെക്ഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതിന് ചില സയന്റിസ്റ്റുകളൊക്കെ പറയുന്നത് പെർനക്റ്റിൽസ് എന്ന് പറയും. അപ്പം അതിൽ നിന്ന് തുടങ്ങുന്ന മറ്റൊരു കാര്യത്തിലേക്ക് മെല്ലെ മാറുക, പാരിസ്ഥിതികമായ സാഹചര്യങ്ങളെല്ലാം മാറും. ഈ ആദ്യത്തെ 5 കാര്യങ്ങൾ അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലമുള്ള പല പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇനി 6ാമത്തെ കാര്യം മുതലുള്ള കാര്യങ്ങൾ പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല കൃത്യമായിട്ട്. എന്നാൽ അതിന് ചില തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ആദ്യത്തിന് കൃത്യമായ എവിഡൻസ് ഉണ്ട്, പക്ഷെ പിന്നീടുള്ളതിന് എവിഡൻസ് അധികം ഇല്ലെങ്കിലും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. 7ാമത്തത് കുറച്ചുകൂടെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ബാധയാണ്. 7ാമത്തത് അത് നമ്മൾ വേദോത്സവം വായിക്കുമ്പോൾ അവിടെ എക്സോഡസ് അല്ലെങ്കിൽ പുറപ്പാട് ദിവസം 9ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കൽമഴ, ഇടിയും മിന്നലും കൽമഴയും ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചും കൂടെ നമ്മൾ ഇതിന്റെ വേദപുസ്തകം ഒറിജിനൽ മൂലഭാഷയിൽ പഠിക്കുമ്പോൾ അവിടെ ഹെയിൽസ് സ്റ്റോൺ
എന്നൊക്കെ പറയുന്നത് ഒരു കൽമഴയ്ക്കപ്പുറത്ത്, അല്ലെങ്കിൽ കൽ തീമഴയ്ക്കപ്പുറത്ത് ആലിപ്പഴം, നമ്മുടെ നാട്ടിൽ ആലിപ്പഴം എന്ന് പറയാം, ആലിപ്പഴം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് അങ്ങനെയും കൂടെ ഒരു അർത്ഥമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു ആലിപ്പഴത്തിന്റെ ഒരു ഉടനെയുള്ള ഒരു വീഴ്ച അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. എങ്ങനെയാണ് ഈ ഒരു മാറ്റം അവിടെ ഉണ്ടായത്? ഒന്ന്, പ്രകൃതി മുഴുവൻ ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുന്നു. രണ്ട്, നൈൽ നദിയിലെ വെള്ളം ഇങ്ങനെ ചൂട് പിടിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യം നമുക്കറിയാം എങ്ങനെയാണ് ഒരു കണ്ടൻസേഷൻ പ്രോസസ്സ് നടക്കുന്നത്, മഴയുണ്ടാകുന്നത്, ആലിപ്പഴം ഉണ്ടാകുന്നുള്ളത്. ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ആലിപ്പഴം അവിടെ മെല്ലെ വീഴാൻ തുടങ്ങി. അത് തുടരെ വീഴാൻ തുടങ്ങി. ആളുകൾക്ക് വെളിയിൽ ഇറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അതിനോട് ചേർന്ന ഇടിയും മിന്നലും. നമ്മുടെ ഇടുക്കി ഭാഗത്തൊക്കെ നമുക്കറിയാമല്ലോ, മിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ നിന്ന് കത്തുന്നത് നമുക്ക് കാണാം. ചില മരങ്ങളൊക്കെ, തെങ്ങൊക്കെ നിന്ന് കത്തിപ്പോവും ഇടിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ. അപ്പോ കൽമഴയും തീയും ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അവിടെ ശക്തമായ ഈ ഒരു ആലിപ്പഴം വീഴ്ചയും അതിനോട് ചേർന്നുള്ള ഇടിയും മിന്നലും ശക്തമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം പ്രകൃതി മൊത്തം മാറി, അസന്തുലിതാവസ്ഥയായി. ചെറിയ ചില മാറ്റങ്ങൾ കൊണ്ട് എവിടുന്ന് തുടങ്ങിയത്, ആ തുടങ്ങിയ ഇടത്തു നിന്ന് ഇവിടെ വരെ എത്തിത്തീർന്നു എന്നുള്ളതാണ്. പെട്ടെന്നുള്ള താപനില മാറ്റങ്ങൾ, ഇതൊക്കെ ഇതിനൊരു കാരണമാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം ചില പണ്ഡിതന്മാര് പറയുന്നത് ഇങ്ങനെയാണ്. ഈ അവിടെ അടുത്ത്, പ്രത്യേകിച്ച് നിയർ ഈസ്റ്റില് അല്ലെങ്കിൽ ഏഷ്യ മൈനറിലുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അഗ്നിപർവ്വത നിരകളുണ്ട്. തേര അഗ്നിപർവ്വത നിരകൾ എന്നാണ്. തേര അഗ്നിപർവ്വത നിരകൾ. അവിടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ പറയാറുണ്ട്. കാരണം ആർക്കിയോളജിക്കൽ എവിഡൻസ് പ്രകാരം ഈ യഹൂദന്മാർ ഈജിപ്തിൽ ജീവിക്കുന്ന സമയത്ത് ആ തേര അഗ്നിപർവ്വതത്തിൽ ഇതുവരെ കാണപ്പെടാത്തതായിട്ടുള്ള വലിയ വിസ്ഫോടനമുണ്ടായി അവിടെ ചില പണ്ഡിതന്മാരും ചിലരും രേഖപ്പെടുത്തുന്നുണ്ട്. ചില യാത്രാക്കുറിപ്പുകളിലൊക്കെ അത് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പ്രകൃതിയിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ അത് മെല്ലെ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർത്തു എന്നുള്ളതാണ്. അതൊരു തർക്ക വിഷയമാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയുന്നു. ഇതിനോടനുബന്ധിച്ച് വന്ന മറ്റൊരു സംഭവമാണ് എട്ടാമത്തെ ബാധ എന്ന് പറയുന്നത്. എട്ടാമത്തെ ബാധ അത് വെട്ടുക്കിളികളാണ്. ആലിപ്പഴം ഇങ്ങനെ വീണുകൊണ്ടിരുന്നു. മരങ്ങളും ചുറ്റുപാടുമുള്ള എല്ലാ സസ്യജലാലങ്ങളെല്ലാം നശിച്ചുപോയി. എന്നാൽ അതോടൊപ്പം തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ചില നനവുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും, വെള്ളത്തുള്ളികളുടെ നനവുകളുണ്ടാകും. അവിടെ വീണ്ടും ചില നാമ്പുകളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കാൻ തുടങ്ങി, മുളച്ചു വരും. അപ്പോഴാണ് വെട്ടുക്കിളികളുടെ വരവ്. വെട്ടുക്കിളികൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പേർഷ്യ, ഈജിപ്റ്റ്, അതുപോലെ ഗ്രീക്ക്, ഈ ഏരിയയിലെല്ലാം സ്വാഭാവികമായി കാണുന്ന ജീവജാലങ്ങളാണ്. നമ്മുടെ നാട്ടില് അറിയാം, പക്ഷികൾ കൂട്ടത്തോടെ വന്നിങ്ങനെ പോകുന്ന അറിയാം ചിലയിടങ്ങളിൽ അല്ലെ. പാടവരമ്പത്തൊക്കെ ആണെങ്കിൽ പക്ഷികൾ ഇങ്ങനെ കൂട്ടത്തോടെ വന്ന് ഭക്ഷിച്ചിട്ട് പോകുന്നതാണ് എന്ന് പറയുന്ന പോലെ ഇവ ഭക്ഷണം തേടി അലഞ്ഞു നടക്കുമ്പോൾ ചില നാമ്പുകൾ ഇങ്ങനെ മുളച്ചു പൊന്തി നിൽക്കുന്നത് കണ്ടു. അവിടേക്ക് ഇങ്ങനെ പലായനം ചെയ്തു വന്നു. അത് മൊത്തം തിന്ന് നശിപ്പിച്ചിട്ട് പോയി വെട്ടുക്കിളികൾ. അപ്പൊ കിഴക്കൻ പ്രദേശങ്ങളിലെ ഏറ്റവും വിനാശകാരികളായ ജീവജാലങ്ങളായിരുന്നു അന്ന്, അല്ലെങ്കിൽ പ്രകൃതി ശക്തികളിൽ ഒന്നായിരുന്നു ഈ വെട്ടുക്കിളികൾ. പുരാതന മിഡിൽ ഈസ്റ്റിലും ആധുനിക മിഡിൽ ഈസ്റ്റിലും ഒക്കെ ചരിത്രരേഖകൾ വളരെ കൃത്യമായി ഈ വെട്ടുക്കിളികളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, പല വേദപുസ്തക ഇടങ്ങളിലൊക്കെ നമ്മൾ അതിനെ കാണാനായിട്ട് സാധിക്കുന്നത് വെട്ടുക്കിളികൾ എന്ന് പറയും. അതിനോട് ചേർന്ന് വരുന്ന അടുത്ത ബാധയാണ് ഇരുട്ട് എന്ന് പറയുന്നത്, അന്ധകാരം. എക്സോഡസ് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ.
എങ്ങനെയാണ് ഇതിനോട് ചേർത്ത് വെച്ച് ഈ ഒരു ഇരുട്ടുണ്ടാകുന്നത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു തേരാ അഗ്നിപർവ്വത ഇടങ്ങളിൽ ശക്തമായ ഒരു സ്ഫോടനം ഉണ്ടായി എന്ന്. അഗ്നിപർവ്വതം സ്ഫോടനം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ആ ചുറ്റുപാടത്തുള്ള ഇടങ്ങളിൽ എല്ലാം ഇതിന്റെ പുക കൊണ്ട് നിറയുന്നു. പുക കൊണ്ട് നിറയും, ചുറ്റുപാട് മുഴുവൻ പുക കൊണ്ട് നിറയും. ഒരിടം മാത്രമല്ല. പ്രകൃതിക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ ശക്തമായ കാറ്റും ഉണ്ടാവും. അപ്പോ ഈ ശക്തമായ കാറ്റിൽ ഈ ഇരുണ്ട പൊടികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അന്ന് കണ്ട ആളുകൾ അവര് മനസ്സിലാക്കി ഇരുട്ടിന്റെ ഒരു രീതി. അതുകൊണ്ട് അവര് പറഞ്ഞു, അന്ധകാരം ഭൂമിയെ വ്യാപിച്ചു, ബാധിച്ചു എന്ന്. ഇതിനൊരു കൃത്യമായ ചരിത്ര പഠനം ഇല്ലെങ്കിൽ പോലും ചില ചരിത്ര രേഖകൾ, അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ ആർക്കിയോളജിക്കൽ എവിഡൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ഈ ഒരു തേരാ അഗ്നിപർവ്വതത്തിന്റെ ചരിത്രം, സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശക്തമായ പൊടിക്കാറ്റുകൾ ഉണ്ടായതുകൊണ്ട് ഈജിപ്തിന് ഇവിടെ എല്ലാം ഈ ഒരു സംഭവമുണ്ട്. ഈജിപ്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഈ പൊടിക്കാറ്റും ഇതൊക്കെ സ്വാഭാവികമായ സംഭവമാണ്. എന്നിരുന്നാൽ തന്നെയും അന്ന് നടന്ന ഈ അഗ്നിപർവ്വത സ്ഫോടനം ഇക്കണ്ടവയിൽ വെച്ച് ഏറ്റവും വലുതായിരുന്നു എന്ന്. അവസാനത്തത് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അവസാനത്തത് ആദ്യജാതന്റെ മരണമാണ്. ആദ്യജാതന്റെ മരണം ഈ 9 എണ്ണത്തിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിൽക്കുന്ന ഒന്നാണ്. ഇവിടെ കുറെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന്. എങ്ങനെയാണ് ആദ്യജാതൻ മരിച്ചത്? നമുക്കറിയാം, ആ വേദഭാഗം പറയുന്നുണ്ട്, കട്ടളുടെ പുറമ്പടിമേൽ ഇസ്രായേൽ ജനം അവര് രക്തം തളിച്ചു, ഈ സോപ്പ് കൊണ്ട് അവര് അതിനെ പൂശി, അതുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. ബാക്കി ഉണ്ടായിരുന്ന എല്ലാ ആദ്യജാതന്മാരും മരിക്കുക. ആദ്യജാതന്മാർ മാത്രം മരിക്കാൻ എന്താണ് കാരണം? എന്തുകൊണ്ടാണ് അവരെ മാത്രം ഫോക്കസ് ചെയ്തത്? അവിടെ വേറെ മനുഷ്യരില്ലേ? അപ്പനും അമ്മയും മക്കളും ഒന്നും ഇല്ലേ? എന്തുകൊണ്ടാണ് ആദ്യജാതന്മാരെ മാത്രം? അത് ഒരു കുടുംബത്തിലെ ആദ്യജാതൻ എന്ന് പറയുന്നത് അപ്പനാവാം, അല്ലെങ്കിൽ മക്കളിൽ ആദ്യജാതനാവാം, അപ്പന്മാരിൽ ആദ്യജാതനാവാം, സ്ത്രീകളിൽ ആദ്യമായി ജനിച്ചവളാവാം. ആദ്യമായി പിറന്ന എല്ലാ ആളുകളെയും കൊന്നൊടുക്കി. എന്താണ് അതിന് കാരണം? 2-3 കാര്യങ്ങളാണ് അവിടെ കൃത്യമായി പറയുന്നത്. ഒന്ന്, അന്നത്തെ കാലത്ത് പൊതുവായി ഒരു ഭക്ഷണം ലഭിച്ചാൽ അത് ആദ്യജാതന്മാര് ഭക്ഷിച്ചതിന് ശേഷമാണ് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക. ഈജിപ്തിന്റെ ഒരു രീതിശാസ്ത്രം അങ്ങനെയാണ് ഈജിപ്തിന്റെ. അത് ഒന്നാമത്തെ കാരണം, മലിനമായ ഭക്ഷണം കൊണ്ട്. രണ്ടാമത്തെ കാര്യം, ആദ്യജാതന്മാര് പലപ്പോഴും വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആന്ധ്രയിലൊക്കെ ചെന്നാൽ അറിയാം, ഒരു ഉറങ്ങുന്നത് വെളിയിലാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു മലിനമായ വായുവും മേഘവിസ്ഫോടനവും അല്ലെങ്കിൽ അഗ്നിപർവ്വത വിസ്ഫോടനവും ഒക്കെ വന്നിട്ട് ആ മലിനമായ വായു ശ്വസിച്ച് വെളിയിൽ കിടന്നുറങ്ങിയ മുതിർന്ന മക്കൾ എല്ലാം മരിച്ചുപോയി എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ചിന്ത. അതെന്തു തന്നെ ആയിരുന്നാൽ തന്നെയും അതിൽ മറ്റൊരു പ്രാധാന്യം എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ തൊട്ടില്ല എന്നുള്ളതാ. അതിന് കാരണം അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇറങ്ങി നിന്നത് എന്നുള്ളത്. ഇവിടെ മാത്രമാണ് കുറെ കൂടെ ആഴത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. സയന്റിഫിക് ആയിട്ടുള്ള മറ്റൊരു ചരിത്രം അവിടെയുണ്ട്. ഈസോപ്പ് എന്ന് പറയുന്നത് അല്പം ശുദ്ധി വരുത്തുന്ന, നമുക്കറിയാം നമ്മുടെ വീടുകൾക്കൊക്കെ ഈ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറമ്പിൽ നിന്ന് ഇഞ്ചയൊക്കെ പറിച്ചുകൊണ്ട് ചതച്ചിടും മുൻകാലങ്ങളിൽ. ഈസോപ്പ് ശുദ്ധി വരുത്തുന്ന ഒന്നാണ്. അത് അവരുടെ ഉൾത്തളങ്ങളിലെല്ലാം അവർ ശുദ്ധി വരുത്തി വിശുദ്ധമാക്കി, അല്ലെങ്കിൽ ശുദ്ധമാക്കി മാറ്റി എന്നുള്ളത് അതുപയോഗിച്ച്. അപ്പോ സംഭവിച്ചത് അവരെ മാത്രം, അല്ലെങ്കിൽ അവർക്ക് മാത്രം ഇത് ഉണ്ടായില്ല എന്നുള്ളത്. മറ്റൊരു ചിന്ത, ഈ
ഈജിപ്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആദിജാതന്മാർ ആദ്യം ഭക്ഷണം കഴിക്കണം. അവര് വെളിയിൽ കിടന്ന് പലപ്പോഴും ഉറങ്ങാറുണ്ട്. പക്ഷെ ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ യഹൂദന്മാരുടെ ജീവിതം അനുസരിച്ച് അവര് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കും. അവർ ഉറങ്ങുന്നത് പലപ്പോഴും ഒരു മറയുള്ള ഇടങ്ങളിലായിരിക്കും. അതുകൊണ്ടാവാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എങ്കിൽ പോലും ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്, ദൈവം ഒരിക്കലും ഒരു പ്രകൃതി നിയമങ്ങൾക്ക് എതിരല്ല എന്നുള്ളത്. എന്നാൽ ഈ പ്രകൃതി നിയമങ്ങളോട് ചേർത്ത് വെച്ച് തന്റെ ജനത്തെ വിടുവിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുങ്ങി എന്നുള്ളത്. എന്ത് പ്രകൃതി നിയമം സംഭവിക്കുമെന്നുള്ളത് എൻ്റെ ദൈവത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. എന്നാൽ അതിനുള്ള സമയവും സാഹചര്യവും അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതും വളരെ കൃത്യമായി ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് അതിന് മുന്നമേ തന്നെ തന്റെ ശുശ്രൂഷകനെ മോശയെ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ടാണ് അവനോട് ചേർന്ന് അഹരോനെ പറഞ്ഞയക്കുന്നത്, ജനത്തെ ഒരുക്കുന്നതും. കൃത്യമായി ഈ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും ദൈവം ഒരു ജനത്തിന്റെ വിടുതലിന് വേണ്ടിയിട്ട് ഒരുക്കി എന്നുള്ളതാണ് അവിടുത്തെ അത്ഭുതം. എനിക്ക് ചുറ്റുമുള്ള എല്ലാ പ്രകൃതി സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിന് അനുയോജ്യമാക്കി എൻ്റെ ദൈവം മാറ്റിത്തരും എന്നുള്ളത്, അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വെച്ച് എന്നെ കൊണ്ടുപോകും എന്നുള്ളത്. ഈ പറഞ്ഞ ബാധകളൊക്കെ പലപ്പോഴും ഇവരെയും ഈ ഇസ്രായേൽ ജനത്തെയും ബാധിച്ചിട്ടുണ്ട്. എങ്കിലും ദൈവം അവരുടെ കൂടെ ഇറങ്ങി നിന്നു. അവിടെ ദൈവത്തിന്റെ അത്ഭുതം കാണേണ്ടത് ഒരൊറ്റ കാര്യത്തിലാണ്. എൻ്റെ ദൈവം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ളൊരു വലിയ വിശ്വാസം. അവിടെയാണ് അവർക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ത്രാണുന്നത്. പലപ്പോഴും നമുക്കതില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ അസുഖം വരുമ്പോഴും രോഗം വരുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് ഇന്ന് രാത്രിയിൽ തന്നെ എനിക്ക് അസുഖത്തിന് വിടുതൽ ഉണ്ടാകണമേ, സൗഖ്യം തരണമേ എന്നുള്ളത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റൊരു കാര്യമുണ്ട്, എനിക്ക് ദൈവമേ സൗഖ്യം തരണം, മാത്രമല്ല ഈ അസുഖം ഈ സാഹചര്യം വരുമ്പോൾ അതിനെ നേരിടുന്നതിന് ആവശ്യമാകുന്ന കൃപ എനിക്ക് തരണമെന്നുള്ളതാണ്. ബലം എനിക്ക് തരണം, ധൈര്യം എനിക്ക് തരണം. എന്ത് സാഹചര്യങ്ങൾ വേണമെങ്കിലും വന്നോട്ടെ, എത്ര ബാധകൾ വേണമെങ്കിലും വന്നോട്ടെ, പക്ഷെ ഇത് നേരിടുന്നതിന് ആവശ്യമാകുന്ന ധൈര്യം എനിക്ക് തരണം. ഇത് ആർക്കുണ്ടായി? യഹൂദ ജനത്തിന് ദൈവം അവരുടെ ഹൃദയത്തിൽ കൊടുത്തു എന്നുള്ളതാണ്. അവിടെയാണ് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടായത്. അവിടെയാണ് ദൈവം അവരെ വിടുവിച്ചത്, ബലപ്പെടുത്തിയത്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകും. എൻ്റെ ദൈവം ഒരു പ്രകൃതി നിയമങ്ങൾക്കും എതിരല്ല. എല്ലാ പ്രകൃതി നിയമങ്ങളും ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം അതിനെ മാറ്റിമറിക്കുന്നുണ്ടെങ്കിൽ പ്രകൃതി നിയമങ്ങൾ മൊത്തം മറിയും. എന്നാൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം, എനിക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാലും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിന് ഇതൊക്കെയും അനുകൂലമാക്കി തരും എന്നുള്ളത്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.